ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഞായറാഴ്ച പ്രഭാതം ദൈവവചനത്തിന് മുൻപിലായിരിക്കാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന ഈ നല്ല അവസരങ്ങൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. വളരെ ഗൗരവത്തോടെ, വളരെ പ്രാർത്ഥനയോടെ, ദൈവത്തിൽ നിന്ന് വലിയ പ്രതീക്ഷിച്ചുകൊണ്ട്, കാലഘട്ടത്തിൽ ദൈവത്തിന് നമ്മളോട് എന്താണ് ഇടപെടാനുള്ളതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി ഗലാത്യ ലേഖനം 1-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ വായിച്ചാലും അവിടെ നിന്നുകൊണ്ടാണ് നാം അല്പനേരം ദൈവവചനം ധ്യാനിക്കുന്നത്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ. വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല. ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. നമ്മൾക്ക് പരിചിതമായ ഒരു വേദഭാഗമാണെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിൽ കൂടി നമ്മളോട് ഇടപെടുവാൻ പ്രാർത്ഥനയോട് നമുക്കായിരിക്കാം. നാം അറിയുന്നത് പോലെ ലേഖനം വായിക്കുമ്പോൾ തന്നെ അറിയാം, പൗലോസ് അപ്പോസ്തലൻ ഗലാത്യയിലുള്ള സഭകൾക്ക് എഴുതിയ കത്താണ്. അപ്പോസ്തല പ്രവൃത്തി 13, 14 അധ്യായങ്ങളിലാണ് ഗലാത്യ എന്ന വലിയ പ്രദേശത്ത് ദൈവസഭയുടെ സ്ഥാപനം നടക്കുന്നത്. ഇവിടെ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വിജാതിക പശ്ചാത്തലത്തിൽ നിന്ന് മുൻപോട്ട് വന്ന ഒരു കൂട്ടം ദൈവമക്കൾ, യഹൂദന്മാരുടെ ഇടയിലാണ് സഭയുടെ പ്രാരംഭഘട്ടത്തിൽ സുവിശേഷ ദൗത്യം കോൺസെൻട്രേറ്റഡ് ആയി നിന്നത്. എന്നാൽ ദൈവിക നിയോഗം എന്ന് പറയുന്നത് യഹൂദനിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ദൈവപ്രവൃത്തിയല്ല. എസ്പെഷ്യലി പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അപ്പോസ്തല പ്രവൃത്തി 9:15 ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ഞാൻ നിന്നെ ജാതികളുടെ ഇടയിൽ എൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഒരു ഉപകരണമായി കണ്ടിരിക്കുകയാണ്. ആ ദൂതാണ് ഒരർത്ഥത്തിൽ ഗലാത്യ സഭകളുടെ സ്ഥാപനത്തിൽ നാം കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിലെ പശ്ചാത്തലത്തിൽ ഒന്നും ഞാൻ കടക്കുന്നില്ല. അവിടെ സുവിശേഷവുമായി, ഈ വേദഭാഗത്തിലും എത്ര തവണയാണ് ആ സുവിശേഷം എന്ന വാക്ക് ആവർത്തിച്ചിരിക്കുന്നത്. സുവിശേഷവുമായി കടന്നുപോയപ്പോൾ ആദ്യം യഹൂദന്റെ പള്ളിയിൽ പ്രസംഗിക്കുക. പക്ഷെ ഒരു ഘട്ടം വന്നു, 13:46 താൻ ധൈര്യത്തോട് പറയുകയാണ്, നിങ്ങൾക്ക് ഈ ദൂത് വേണ്ടല്ലോ, ഇനിയും ഞങ്ങൾ ജാതികളിലേക്ക് പോകുകയാണ്. അങ്ങനെ ദൈവിക നിയോഗത്തിന്റെ വഴിത്തിരിവായി ഗലാത്യയിലെ പ്രവർത്തനം പൗലോസിനെ സംബന്ധിച്ചിടത്തോളം മാറുകയാണ്. പൗലോസിനെ ജാതികളുടെ ശുശ്രൂഷ, ജാതികളുടെ അപ്പോസ്തലനായി ദൈവം നിയോഗിച്ചത് തെളിയുന്നത്, വ്യക്തമാകുന്നത്, ക്ലാരിറ്റിയോട് വെളിപ്പെടുന്നത് ഗലാത്യയിലെ ശുശ്രൂഷയിലാണ്. അങ്ങനെ ഗലാത്യ പ്രവിശ്യയിലുള്ള പട്ടണങ്ങളിൽ വിജാതികർ, ജെന്റൈൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരുപറ്റം ദൈവമക്കൾ കൃപയിലേക്ക് വന്നു. അവരോട് പറഞ്ഞ സുവിശേഷം വേറെ സുവിശേഷമല്ല. ഇന്നൊരു പ്രചരണമുണ്ട്, യഹൂദന്റെ സുവിശേഷം വേറെയാണ്, ജാതികളോടുള്ള സുവിശേഷം വേറെയാണ്. അല്ലല്ല, സുവിശേഷം ഒന്നേ ഉള്ളു. ബിബ്ലിക്കൽ ഗോസ്പൽ ഒന്നാണ്. ആ സുവിശേഷം ഏകവും നിസ്തുല്യവും ക്രിസ്തുയേശുവിൽ കേന്ദ്രീകൃതവുമായ അവിടുത്തെ രക്ഷണ്യ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന സദ്വർത്തമാനമാണ്. ആ സുവിശേഷത്തോടാണ് എക്കാലത്തും പോരാട്ടമുള്ളത്. അതുകൊണ്ട് NLAGയിലെ ദൈവമക്കൾ ഈ ദൂത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. പൗലോസ് ഇങ്ങനെ സ്ഥാപിച്ച ഈ സഭകളിൽ ഈ 6-ാം വാക്യത്തിലെ ഒരു പ്രയോഗം ശ്രദ്ധിച്ചേ. എത്ര വേഗത്തിൽ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ സ്ഥാപിച്ച ഈ സഭകളിൽ നൂറ്റാണ്ടുകൾ എടുത്തില്ല, പതിറ്റാണ്ടുകൾ എടുത്തില്ല, ഒരു വർഷം പോലും എടുത്തു എന്ന് എനിക്ക് സംശയമാണ്. മാസങ്ങൾക്കുള്ളിൽ, ചില നാളുകൾക്കുള്ളിൽ തന്നെ ഒരു ഇളക്കം തട്ടി. 3:1 ഇങ്ങനെയാ പറയുന്നത്: ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ക്രിസ്തുയേശുവിനെ നിങ്ങളുടെ മുൻപിൽ വരച്ച് കാട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത്. JB ഫിലിപ്സ് എന്ന തർജ്ജിമ, ആ ഒരു ഫ്രീ ട്രാൻസ്ലേഷൻ ഞാൻ ചിലപ്പോൾ വായിച്ച് ചിന്തിക്കാറുണ്ട്. താൻ ഇങ്ങനെയാ പറയുന്നത്: ഡിയർ ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞാൽ, നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു, പക്ഷെ നിങ്ങൾ എന്തൊരു പോഷത്തരമാ കാണിക്കുന്നത്, എന്തൊരു മൗഢ്യമായ ധാരണയിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെ പൗലോസ്
കൃപയാലുള്ള ആത്മരക്ഷ. നോക്കി 6-ാം വാക്യത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ കൃപയാൽ എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ ദൂത് എന്ന് പറയുന്നത് കൃപയുടെ ദൂത. പ്രവൃത്തി കൂടാതെ ഒരു വ്യക്തി ക്രിസ്തുവിൽ അർപ്പിക്കുന്ന വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുകയാണ്. ഗലാത്യ സഭയിൽ പൗലോസ് പോയതിന് ശേഷം ഒരു കൂട്ടർ വന്ന് പറയുകയാണ്, കൃപയാലുള്ള രക്ഷ പോരാ, എന്തു വേണം? പരിച്ഛേദനയും യഹൂദ മതത്തിന്റെ ചില മാമൂലുകൾ കൂടെ പ്രമാണിച്ചാലേ ദൈവം അംഗീകരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഹൂ ഇസ് പാർട്ട് ഓഫ് ദ ഫാമിലി ഓഫ് ഗോഡ്? ദൈവത്തിന്റെ കുടുംബത്തിന്റെ ഭാഗം ആരാ? എങ്ങനെ അറിയാം എന്ന് ചോദിച്ചാൽ എങ്ങനെ അറിയാം? വെള്ള ഇട്ടാൽ, അല്ലേ, മഹത്വവും ശരീരത്തിനും വേഷഭൂഷാദികളിലും ഒരു ക്രമീകരണം വരുത്തിയാൽ പെന്തക്കോസ്തുകാരാണെന്ന് ഇന്ന് നമുക്കറിയാം എന്നതുപോലെ ചോദ്യം ഇതാണ്, ദൈവ കുടുംബത്തിന്റെ ഭാഗം ആരാ? ആരെയാണ് ദൈവം അംഗീകരിച്ച് തൻ്റെ വീട്ടിൽ അംഗമാക്കി തീർത്തിരിക്കുന്നത്? ഒരു കൂട്ടർ വന്ന് പറഞ്ഞു, കൃപയാലൊക്കെ ആയിരിക്കും രക്ഷ, പക്ഷെ പരിച്ഛേദന എന്ന അടയാളം ശരീരത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ കുടുംബത്തിലായിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഈ വലിയ സുവിശേഷ വിപരീതമായ ആശയം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി പരിച്ഛേദന ഏറ്റതല്ല തെറ്റ്, പരിച്ഛേദന യഹൂദ മതത്തിന്റെ ആചാരങ്ങളൂടെ വേണം യേശുവിന്റെ കൃപ അനുഭവിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞു, നോ നോ നോ, ഇത് സുവിശേഷമല്ല, ഇത് വൈകല്യ ഉപദേശമാണ്. 6-ാം വാക്യത്തിലേക്ക് വരാം. അതിന്റെ 1-ാം പ്രയോഗം ഒന്ന് നോക്കിയേ. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട്. പൗലോസ് സുവിശേഷം പറഞ്ഞ് ദൈവ കൃപയിലേക്കാണ് ഇവരെ ക്ഷണിച്ചത്. പൗലോസിലേക്കല്ല ഇവർ വന്നത്. 4-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ എടുക്കണ്ട. പൗലോസ് ഗലാത്യയിൽ പോയ പശ്ചാത്തലം അവിടെ പറയുന്നുണ്ട്. തനിക്ക് ശരീരത്തിൽ ഉണ്ടായിരുന്ന ഒരു ദീനം നിമിത്തമാണ് പോയത്. ആ ഭാഗത്തേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല, നിങ്ങളത് പിന്നീട് വായിച്ചാൽ മതി. തൻ്റെ ആ ദീനം കണ്ണിന്റെ ഒരു അസുഖമാകാനാണ് സാധ്യത. ആ ദൈവമക്കൾ, ആ ഗലാത്യയിലുള്ളവർക്ക് തൻ്റെ ദീനം അവർക്കൊരു പരീക്ഷയായിരുന്നു. പക്ഷെ അവർ ദൈവദൂതനെ പോലെയാണ് പൗലോസിനെ കൈക്കൊണ്ടത്. അവർ ലജ്ജിച്ചില്ല, അവർ പിൻവാങ്ങിയില്ല. പൗലോസിനെ സാക്ഷാൽ ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നത് പോലെ അവർ ഏറ്റെടുത്തു. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ പൗലോസ് ചൂണ്ടിക്കാട്ടിയ ക്രിസ്തുവിൽ നിന്ന് അവരെ വിളിച്ചവനെ വിട്ട് ഒരു പിന്മാറ്റ അനുഭവത്തിലേക്ക് അവർ വരികയാണ്. ഇവിടെ പ്രാരംഭത്തിൽ തന്നെ അവിടെ ഒരു വാക്ക് എനിക്ക് എടുത്തു പറയാൻ നിയോഗമുണ്ട്. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ, എന്താ വാക്കൊന്ന് ഉറക്കെ പറഞ്ഞേ? വിളിച്ചവനെ. ദ കോളിംഗ് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിന്റെ വിളി എന്താണെന്ന് ദൈവമക്കൾ ഇന്ന് പ്രഭാതത്തിൽ മനസ്സിലാക്കണം. വിളിച്ചവൻ. ആരാ വിളിച്ചത്? പൗലോസ് അല്ല വിളിച്ചത്. ആരാ വിളിച്ചത്? മനുഷ്യരാരുമല്ല വിളിച്ചത്. ക്രിസ്തുവിന്റെ കൃപയിലേക്ക് വിളിച്ചവൻ ആരാ? 1 കൊരിന്ത്യർ 1:9 വാക്യം ഇങ്ങനെയാ പറയുന്നത്, തൻ്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. വിളിച്ചവൻ ആരാ? പിതാവായ ദൈവമാണ് നമ്മളെ വിളിച്ചത്. വിളി എന്ന വാക്ക് പല അർത്ഥങ്ങളിൽ പുതിയ നിയമത്തിലുണ്ട്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം എടുക്കണ്ട. അവിടെ ഒരു ഉപമ പറഞ്ഞിട്ട് കർത്താവ് ഇങ്ങനെ പറയുന്നു, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ. അവിടെ പറയുന്നത് പൊതുവിലുള്ള വിളിയ, ഒരു ജനറൽ കോൾ. സുവിശേഷം ഒരിടത്ത് പ്രസംഗിക്കപ്പെടുമ്പോൾ, ഒരു തെരുക്കോണിലോ ഒരു കൺവെൻഷൻ വേദിയിലോ ഒരു മാധ്യമത്തിൽ കൂടി ഗോസ്പൽ പറയപ്പെടുമ്പോൾ വിളി എല്ലാവരിലേക്കും എത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ പറയുന്ന വിളി ആ പൊതുവിലുള്ള വിളിയല്ല. റോമാലേഖനം 8:29 വാക്യത്തിൽ നാം കാണുന്ന ഒരു വിളിയുണ്ട്. അതിനെ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് എ സ്പെഷ്യൽ കോൾ. മുന്നറിഞ്ഞവരെ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചും മുൻ നിയമിച്ചവരെ എന്ത് ചെയ്തു? വിളിച്ചു. ഇവിടെ ശ്രദ്ധിക്കണം,
മത്തായി 22 പറയുന്ന വിളി പൊതുവിലുള്ള വിളിയാ. റോമാലേഖനം 8:29 പറയുന്ന വിളി പൊതുവിലെ വിളിയല്ല. ലോകസ്ഥാപനത്തിന് മുൻപ് ദൈവം ചിലരെ മുന്നറിഞ്ഞു. എന്തിനു മുന്നറിഞ്ഞു? എന്തോ കാര്യത്തിനല്ല, ഏതോ അവ്യക്തമായ ഏതോ ഒരു കൂട്ടത്തിലേക്ക്, എന്തോ ഒരു പദ്ധതിയിലേക്ക്, ഏതാണ്ടിനു വേണ്ടി വിളിച്ചെന്നല്ല, തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കാനുള്ള ഒരു പ്രത്യേക ലക്ഷ്യത്തോട് അവരെ മുൻ നിയമിച്ചു. മുന്നറിവും മുൻ നിയമനവും ലോകസ്ഥാപനത്തിന് മുൻപാ. വിളി എവിടാ? വിളി എപ്പോഴാ നടക്കുന്നത്? കാലാകാലങ്ങളിൽ സുവിശേഷത്തിന്റെ ദൂത് നമ്മുടെ കർണപുടങ്ങളിൽ നമ്മൾ കേട്ടപ്പോൾ കേൾക്കുക മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ ലുദിയാടെ ഹൃദയം തുറന്നതുപോലെ അന്തരാത്മാവിൽ ആത്മക്രിയയാൽ സുവിശേഷത്തോട് പ്രതികരിക്കുവാൻ നമ്മുടെ ഉള്ളത്തിൽ നടന്ന ചലനമാണ് ഈ വിളി. സ്പെഷ്യൽ കോൾ. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ 1-ാം അധ്യായത്തിൽ തന്നെ ഉണ്ട്. 1-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാലും ഈ കോളിന്റെ മഹത്വം, ഇതേ പ്രയോഗം പൗലോസ് പറയുന്നുണ്ട്. പൗലോസ് എന്ന 1-ാമത്തെ സ്പെസിമെനെ ഒന്ന് നോക്കിയേ. ഈ വിളി, ക്രിസ്തുവിന്റെ കൃപയിലേക്കുള്ള വിളിയുടെ മഹത്വം ഒന്ന് വായിച്ചാലും 13-ാം വാക്യം മുതൽ. യഹൂദ മതത്തിലെ എന്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എന്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിൻ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. നോക്കി, ഇതെല്ലാം പൗലോസിന്റെ ജീവിതത്തിൽ വിളി വെളിപ്പെടുന്നതിന്റെ മുൻപുള്ള അനുഭവമാണ്. സഭയെ മുടിച്ചു, യഹൂദ പാരമ്പര്യപ്രകാരം താൻ പലതും ചെയ്ത് എരിവ് കാട്ടി സമപ്രായക്കാരെക്കാൾ എല്ലാം തീഷ്ണതയോടെ മതഭ്രാന്ത് മൂത്തവനായി നിന്ന ഒരു പൗലോസ്. അടുത്ത വാക്യം. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. ശ്രദ്ധിച്ചേ, 6-ാം വാക്യത്തിലെ അതേ പ്രയോഗമാണ്. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ. ഇവിടെ നോക്കിയേ, എന്നെ ജനനം മുതൽ എന്നെ എന്ത് ചെയ്തു? വേർതിരിച്ചു. പക്ഷേ കൃപയാൽ വിളിച്ച ഒരു ക്ഷണമുണ്ട്. ആ ക്ഷണത്തെ കുറിച്ച് അടുത്ത വാക്യം എന്താ പറയുന്നത്? തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും മനസ്സിലാക്കണം, നമുക്കൊരു പാസ്റ്റ് ഉണ്ടായേക്കാം, കർത്താവിനെ അറിയാത്ത ഒരു ഭൂതകാലം കാണും. പക്ഷെ നമ്മുടെ കുടുംബ മഹിമയോ നമ്മുടെ പാരമ്പര്യമോ നമ്മുടെ മിടുക്കോ വിദ്യാഭ്യാസമോ തീഷ്ണതയോ എരിവോ ഒന്നുമല്ല. കൃപയാൽ തനിക്ക് പ്രസാദം തോന്നിയ ഒരു സുവർണ നിമിഷം, അതാണ് ഭാഗ്യനാൾ. യേശു എൻ പാപം തീർത്ത നാൾ. താൻ വിളിച്ചു, ഞാൻ പിൻചെന്നു സ്വീകരിച്ചു തൻ ശബ്ദത്തെ. എൻ രക്ഷക, എൻ ദൈവമേ, നിന്നിലായ ആ നാൾ ഭാഗ്യമാ. എന്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ ദിനം അതാ. എനിക്ക് ജോലി കിട്ടിയ ദിവസമല്ല, എനിക്ക് അർഹമല്ലാത്ത ഒരു അഡ്മിഷൻ കിട്ടിയ ദിവസമല്ല, ഭൗതികമായി ഈ ലോകത്തിലെ വേറൊരു ദിവസവുമല്ല, എന്റെ ജനന ദിവസമല്ല, അല്ല വിവാഹ ദിവസമല്ല. എന്റെ ജീവിതത്തിൽ സുവിശേഷത്താൽ നിഷേധിക്കാൻ കഴിയാത്ത ഒരു വിളിയുണ്ടായ ദിവസമുണ്ട്. അതാണ് ഭാഗ്യനാൾ. ദൈവത്തിന് തിരുവുള്ളത്തിൽ പ്രസാദം തോന്നി. തന്റെ പുത്രനെ എന്നെ വെളിപ്പെടുത്തുവാൻ പ്രസാദം തോന്നിയ ആ നാഴികയാണ് എന്നെ വിളിച്ച നാഴിക. ഒന്ന് ചിന്തിച്ചേ, നമ്മൾ സുവിശേഷം കേട്ട ഒരു പൊതുവേദിയിൽ കേട്ടവർ, ഒരു പൊതുസ്ഥലത്ത് കേട്ടവർ ഇവിടെ ചിലരെങ്കിലും കാണും. നമ്മളോടൊപ്പം സുവിശേഷം കേട്ട എത്ര പേരുണ്ട്? ഒരു പൊതുസ്ഥലത്ത്, ഒരു സഭാ ഹാളിലാകാം, ഒരു സൺഡേ സ്കൂളിലാകാം, ഒരു കൺവെൻഷനിലാകാം, നമ്മൾ സുവിശേഷം കേട്ടു, രക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ കൂടെ ഇരുന്നവർക്ക് അത് ബോധ്യമായില്ല, നമുക്ക് ബോധ്യമായി.
നമ്മുടെ കൂടെ അന്ന് സുവിശേഷം കേട്ടവർ ഇന്ന് ലോകത്തിന്റെ പിന്നാലെ പോകുന്നു. ചിലർ ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ ഇന്ന് കൃപയിൽ നിൽക്കുന്നതിന്റെ ഒറ്റ കാരണം, അന്ന് വിളി വന്നപ്പോൾ നമ്മുടെ ഉള്ളത്തെ തുറന്ന ഒരു ആത്മപ്രവൃത്തിയുണ്ട്. അതാണ് ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ച ആ നിമിഷം. അവരുടെ ഹാർട്ട് ഓപ്പൺ ആയില്ല, എന്റെ ഹാർട്ട് ഓപ്പൺ ആയി. ഞാൻ അവരെക്കാൾ മിടുക്കനായതുകൊണ്ടാണോ? ഞാൻ അവരെക്കാൾ സ്മാർട്ട് ആയതുകൊണ്ടാണോ? ഞാൻ വിശ്വസിച്ചു ബ്രദറെ. ആ വിശ്വാസം പോലും കൃപയാ. ആ പ്രതികരണം പോലും ദൈവത്തിന്റെ കടാക്ഷമാണ്. ഈ പൊട്ടബുദ്ധിയെ തുറന്ന്, ഈ കുരുട്ട് കണ്ണിനെ മാറ്റി കണ്ണു തുറന്ന് എന്റെ രക്ഷിതാവിനെ കാണാൻ എനിക്ക് കഴിഞ്ഞത് ഇറ്റ്സ് ഗ്രേസ്, ഗ്രേസ് ആൻഡ് ഗ്രേസ് അലോൺ. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവൻ. എന്താ ഗലാത്യർക്ക് പറ്റിയത്? അവരിൽ വിളി വരാഞ്ഞിട്ടല്ല, അവരിൽ ദൈവപ്രവൃത്തി നടക്കാഞ്ഞിട്ടല്ല. നമ്മൾ വായിച്ച 1:16 വാക്യം ഒന്നുകൂടെ വായിച്ചേ. തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ. പൗലോസ് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? എനിക്ക് വിളി വന്നു, വിളിയോട് ഞാൻ പ്രതികരിച്ചു. എനിക്ക് പ്രതികരിക്കുവാൻ പ്രേരകമായത് എനിക്ക് മനസ്സിലായി ആ വിളി എന്തിലേക്കാണ്, എന്തിനു വേണ്ടിയുള്ള വിളിയാണ്. നമ്മളെ വിളിച്ചു. എന്തിനാ വിളിച്ചേ? ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ വന്ന് വചനം കേട്ട് സന്തോഷിച്ച് മടങ്ങിപ്പോകാൻ മാത്രമല്ല, തൻ്റെ പുത്രനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ, യേശുവിനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ. 4:17 പൗലോസ് ഇങ്ങനെയാ പറയുന്നത്: ക്രിസ്തു നിങ്ങളിൽ ഉളവാകുവോളം ഞാൻ പ്രസവ വേദന സഹിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ. എന്തിലുള്ള വിളിയാ? ക്രിസ്തുവിന്റെ കൃപയിലേക്ക് വിളിച്ചത് ഞാൻ കൃപ അനുഭവിച്ച് സന്തോഷിച്ച് ഹാപ്പിയായി എൻ്റെ പാട്ടിന് പോകാനല്ല, എന്നിൽ അവിടുത്തെ പുത്രനെ വെളിപ്പെടുത്തുവാനുള്ള ഒരു വിളിയാ. ആ പർപ്പസിൽ നിന്ന് അവരെ ട്രാക്ക് മാറ്റി ഈ യഹൂദ മതയനുസാരികൾ, ഈ ദുരുപദേശകർ, എന്നല്ലേജിലുള്ള ദൈവമക്കൾ മനസ്സിലാക്കണം. വിളി വലിയതാണ്, വിളി മഹത്വമുള്ളതാ, വിളി കൃപയാലാണ്, സ്വർഗീയ വിളിയ, ഉന്നത വിളിയ. ആ വിളിയുടെ പർപ്പസിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ എവിടോ നമ്മളെ ആരോ വഞ്ചിച്ച് കളഞ്ഞിരിക്കുക. നമ്മുടെ മിഷൻ നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ. പൗലോസിനെ വിളിച്ചപ്പോൾ തനിക്ക് മിഷൻ മനസ്സിലായി. പൗലോസിന്റെ മേൽ വിളി വെളിപ്പെട്ടപ്പോൾ ആ 3 ദിവസം താൻ അന്ധനായി നേർവീതിയിൽ പാർക്കുമ്പോൾ പുറത്തെ കണ്ണടഞ്ഞെങ്കിലും അകം കണ്ണു തുണർന്ന് താൻ കണ്ടു, എന്നെ ദൈവം കണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഒരു വലിയ സമൂഹത്തിന്റെ വിടുതലിന് വേണ്ടിയാ. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, നിങ്ങളെ വിളിച്ചപ്പോൾ ദൈവം വിളിച്ചത് ഒരു വലിയൊരു കൂട്ടത്തിന്റെ വിടുതൽ മുന്നിൽ കണ്ടുകൊണ്ടാ. പക്ഷെ എന്തു പറ്റി? 6 വാക്യം, നമ്മുടെ കുറിവാക്യം. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ടു. ഇംഗ്ലീഷ് പരിഭാഷ പറയുന്നത് deserted the one who called you. നിങ്ങൾ വിളി ഏറ്റെടുത്തവരായിരുന്നു, പക്ഷെ ഇന്ന് നിങ്ങൾ ആ വിളി വിട്ടു. എന്ന് പറഞ്ഞാൽ എന്താ? സഭ വിട്ട് പിന്മാറ്റത്തിൽ പോയി പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയെന്നല്ല. ഈ കത്ത് ആർക്കാ എഴുതുന്നത്? ഗലാത്യയിലുള്ള. ഇപ്പൊ വിളി വിട്ടാലും സഭാ ഹാളിൽ ഇരിക്കാം, വിളി വിട്ടാലും പ്രസംഗം കേൾക്കാം, വിളി വിട്ട് ദൗത്യം വിട്ട് പർപ്പസ് വിട്ട് നമ്മൾ വ്യതിചലിച്ചു പോയാലും നമ്മുടെ മെമ്പർഷിപ്പ് കട്ടായി പോകുന്നില്ല, നമ്മുടെ സഭയുടെ സ്ഥാനം മാറുന്നില്ല. വേണേ പാട്ടും പാടാം, പ്രസംഗിക്കുകയും ചെയ്യാം. വിളി വിട്ടുപോയതിന്റെ തെളിവിതൊന്നുമല്ല. ഉള്ളിൽ സുവിശേഷത്തിന് ചേരാത്തതെന്തേലും കയറിക്കൂടിയിട്ടുണ്ടോ എന്ന് ഇന്ന് നമ്മൾ ശോധന ചെയ്യണം. ഈ വിട്ട് എന്ന് പറയുന്ന വാക്ക്, ഡെസേർട്ടഡ് എന്ന വാക്ക് എന്ന് പറയുന്നത് ഒരു ഇടത്തിൽ നിന്ന് മറ്റൊരിടത്തിലേക്ക് സ്ഥാനമാറ്റം എന്ന് പറഞ്ഞാൽ, വിളി വിട്ടു, വിളിച്ചവനെ വിട്ടു,
ദൈവത്തെ വിട്ടു എന്ന് പറഞ്ഞാൽ അവർ സഭ വിട്ടില്ല, കൂട്ടായ്മ വിട്ടില്ല, പുറമെ എന്തോ വിശ്വാസത്യാഗികളായി പോയില്ല. പക്ഷെ ഉള്ളിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? പിന്മാറിയെന്ന് മാത്രമല്ല, ശത്രുപക്ഷത്തോട് കൂട്ടുചേർന്നു. ഡെസേർട്ടഡ് എന്ന വാക്കിന്റെ, മെറ്റാഥേമി എന്ന വാക്കിന്റെ അർത്ഥം, നമ്മൾ ഒരു കൂട്ടം വിട്ടിട്ട് ഇന്ന് വരെ പൊരുതിക്കൊണ്ടിരുന്ന എതിർപക്ഷത്ത് നമ്മൾ അണിചേർന്ന് ഇതുവരെ നിന്ന ആ കൂട്ടത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ഒരു തലത്തിലേക്ക് അധപ്പതിച്ചുപോയി. വിളിച്ചവനെ വിട്ടെന്ന് മാത്രമല്ല, രാജ്യദ്രോഹ കുറ്റം എന്നൊക്കെ പറയത്തില്ലേ, രാജ്യത്തിൻ്റെ ആ ഒരു പൗരനെന്ന പ്രതിബദ്ധതകൾ നിറവേറ്റാതിരുന്നെന്ന് മാത്രമല്ല, ശത്രുപക്ഷത്തെ സഹായിക്കാൻ കൂട്ടുചേർന്നതുപോലെ വിളിച്ചവനെ വിളിച്ച വിളിയുടെ മഹത്വം മറന്ന് പ്രലോഭനങ്ങളോ മറ്റെന്തോ പ്രേരണകളോ നിമിത്തം ഈ സുവിശേഷത്തിന്റെ ആ വിളിക്ക് എതിരെ പ്രവർത്തിക്കുന്നവനായി, സുവിശേഷത്തിന്റെ വിളിക്കെതിരെ നിൽക്കുന്നവനായി മാറി. പൗലോസിന്റെ ഉദാഹരണം തന്നെ എടുത്താൽ 13-14 വാക്യത്തിൽ നമ്മൾ കണ്ടത് എന്താ? യഹൂദ മതപ്രകാരം ഞാൻ ആരായിരുന്നു? സഭയെ മുടിച്ചവനായിരുന്നു. വിളി വന്നപ്പോൾ സഭയെ മുടിച്ചവൻ സഭ പണിയുന്നവനായി മാറി. സഭ പണിയുവാൻ വിളിക്കപ്പെട്ടവൻ വിളി വിടുമ്പോൾ ആരായി മാറും? സഭ മുടിക്കുന്നവനായി മാറും. സഭയെ മുടിച്ചവനെ വിളിച്ച് സഭയുടെ അപ്പോസ്തലനാക്കി ദൈവം തീർത്തു. പൗലോസ് പറയാണ്, എന്നെ വിളിച്ചതുപോലെ ക്രിസ്തുവിന്റെ കൃപയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് മുടിക്കാനല്ല, സഭ പണിയാനാണ്, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിയിൽ ചേർന്ന് നിൽക്കാനാണ്. ആ വിളി നിങ്ങൾ വിട്ടു. You deserted the one who called you. 6-ാം വാക്യം ഒന്ന് വായിച്ചാലും. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. I am shocked. ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. എന്താ ആശ്ചര്യം? നിങ്ങൾ വിട്ടുപോയെന്ന് മാത്രമല്ല, ഇത്ര വേഗത്തിൽ നിങ്ങൾ എന്തായിപ്പോയി? മറിഞ്ഞുപോയി. You have deserted. You have left the one who called you and deserted this gospel for another gospel. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ മറിഞ്ഞുപോയി അല്ലെങ്കിൽ വിട്ടു, ആ വാക്കാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഡെസേർട്ടഡ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഗലാത്യ സഭയിലെ വിശ്വാസികൾ ഈ വിളിയിൽ നിന്ന് മറിഞ്ഞു പോയത് കാണുമ്പോൾ പൗലോസിന് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ഇതിനെ വിട്ട് മറിഞ്ഞു പോയത്? ഹൗ ഡിഡ് യു ഡെസേർട്ട് സച്ച് എ ഗ്ലോറിയസ് കോളിംഗ്? എൻ്റെ മുൻപിലുള്ള സമയം ഈ മറിഞ്ഞു പോകുമാറുണ്ടായ വഞ്ചന എന്താണെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. എങ്ങനെയാണ് പൗലോസിൽ നിന്ന് സുവിശേഷം കേട്ട് സത്യം മനസ്സിലാക്കി കൃപയിലേക്ക് വന്നവർ മറിഞ്ഞു പോയത്? എങ്ങനെയാണ് വിട്ടുപോയത്? ആ വിളി വിട്ട് മറിഞ്ഞു പോകാൻ കാര്യം എന്താ? How did you leave the one who called you and deserted the gospel? സുവിശേഷത്തിൽ നിന്ന് മറിഞ്ഞു പോകാൻ കാരണം എന്താ? ഒന്ന്, ഇവരെ വഞ്ചിക്കുന്നവർ ഇവരെ എത്ര കൗശലമായി വഞ്ചിച്ചു എന്ന് മനസ്സിലാക്കുവാൻ 5 കാരണങ്ങളാണ് ഞാൻ ഗലാത്യ ലേഖനത്തിൽ കാണുന്നത്. ഇത്ര വേഗം അവർ മറിഞ്ഞു പോകാൻ കാരണമായത്, ഇത്ര വേഗം അവർ ഡെസേർട്ട് ചെയ്യുവാൻ, വിളിച്ചവനെ വിട്ട് മറിഞ്ഞ് എതിർപക്ഷത്തിലേക്ക് മറിഞ്ഞു പോകാൻ കാരണം ഒന്ന്, അവരെ വഞ്ചിക്കുന്നവരുടെ തീഷ്ണത നിമിത്തമാണ്. 4-ാം അധ്യായം 17-ാം വാക്യം. അവർ നിങ്ങളെക്കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല, നിങ്ങളും അവരെക്കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടിച്ചു കളവാൻ ഇച്ഛിക്കയത്രേ ചെയ്യുന്നത്. നോക്കി, എല്ലാവരും ശ്രദ്ധിക്കണമേ. ഞാൻ ഇതുവരെ പറഞ്ഞത് നിങ്ങൾ ഗ്രഹിക്കണം. ഇവരെ വിളിച്ച വിളി വലുതാണ്, പക്ഷെ വിളിച്ചവനെ വിട്ട് ഇവർ മറിഞ്ഞുപോയി. അപ്പൊ ഈ മറിഞ്ഞു പോയെന്ന വാക്കാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത്. അവർ സുവിശേഷത്തിൽ നിന്നും വിളിയിൽ നിന്നും പുറകോട്ട് പോയെന്ന് മാത്രമല്ല, അവർ എതിർപക്ഷത്തിൽ അണിചേർന്ന്, എന്താ ഈ രാഷ്ട്രീയത്തിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ
പെട്ടെന്നൊരു സാഹചര്യം ഉളവാകുമ്പോൾ എന്ത് ചെയ്യും? മറിയും. പണം കിട്ടിയോ, പ്രലോഭനം കിട്ടിയോ, എന്തെങ്കിലും മോഹന വാഗ്ദാനം കിട്ടുമ്പോൾ പെട്ടെന്ന് ആളുകൾ എന്ത് ചെയ്യും? പാർട്ടിയോടുള്ള കൂറൊക്കെ വിട്ട് മറഞ്ഞു പോകുന്നത് പോലെ ഈ യഹൂദ മതത്തിന്റെ പ്രചാരകർ വന്ന് ഇവരെ ഡിസീവ് ചെയ്തു, ഇവരെ മോഹന വാഗ്ദാനങ്ങൾ തന്ന് ഇവരെ കബളിപ്പിച്ച രീതി മനസ്സിലാകുമ്പോൾ ഇത്ര വേഗത്തിൽ മറിഞ്ഞു പോകാൻ കാരണം എന്താ? 1:4-17 പറയുന്നത്, ഇവരെ മറിച്ചു കളയുന്നവരുടെ പ്രത്യേകത അവരാരാ? എരിവുള്ളവരാ. എന്ന് പറഞ്ഞാൽ ദുരുപദേശങ്ങളുടെയും വഞ്ചകരുടെയും ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് സാധാരണ വിശ്വാസികൾക്ക് ഇല്ലാത്തതിലും അധികം എന്തുണ്ട്? എരിവുണ്ട്. യഹോവ സാക്ഷികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. യഹോവ സാക്ഷികളെ കണ്ടാൽ നമ്മൾ ലജ്ജിച്ചു പോകും. അവർക്കുള്ള ആ തീഷ്ണത, അവരുടെ ആ വ്യാജം പ്രചരിപ്പിക്കാനുള്ള ആവേശം, ഒരാളെ എവിടെ കിട്ടിയാലും അവരെന്ത് ചെയ്യും? പറയും. അല്ല, ഈ ഉണർവ് സംഘങ്ങളെ തന്നെ നോക്കിയേ. ഈ മുഖ്യധാര പെന്തക്കോസ്തിന് അപ്പുറമായി നിൽക്കുന്ന ഉണർവ് സംഘങ്ങളുള്ള പ്രിയപ്പെട്ടവര് തന്നെ, ഞാൻ ഒരിക്കൽ ഒരു ഓട്ടോയിൽ കയറി, 1/2 മണിക്കൂർ അദ്ദേഹം എന്നെ ഇവിടെ കൊണ്ട് വിടുന്നത് വരെ തൻ്റെ സഭയെക്കുറിച്ചും തൻ്റെ അനുഭവത്തെക്കുറിച്ചും വാതോരാതെ, എനിക്കൊരു മിനിറ്റ് പറയാൻ സമയമില്ല, അതുപോലെ ബോംബാർഡ് ചെയ്യും. കാരണം എന്താ? എരിവ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ ആൾക്കാർ മറിച്ചിടുവാനുള്ള ഒന്നാമത്തെ കാരണം, നമ്മളെ അല്ല, ഗലാത്യരെ മറിച്ചിട്ടതുപോലെ നമ്മളെ മറിച്ചിടുവാൻ വളരെ സാധ്യതയുള്ള ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മറിഞ്ഞു പോകാൻ കാരണം എന്താ? ബിക്കോസ് ഓഫ് സീൽ, എരിവ് നിമിത്തം. പൗലോസ് പറയുന്നത്, നിങ്ങൾക്കായിട്ട് അവർ എരിയുന്നത് നിങ്ങളെ ഗുണപ്പെടുത്താനല്ല, പിന്നെ എന്തിനാ? നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളയാന്, നിങ്ങളെ കൃപയിൽ നിന്ന് ഔട്ടാക്കാനാണ്. ഈ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രതി എരിവ്. അപ്പോൾ നമ്മളെ കർത്താവ് ഒരു കൃപയിലേക്ക് വിളിച്ചു, സുവിശേഷം മനസ്സിലായി, സത്യസുവിശേഷം ഏറ്റെടുത്തു, നമ്മൾ ആ ട്രാക്കിൽ മുൻപോട്ട് പോകുക. എരിവോടെ നമ്മളെ പിന്തിരിപ്പിക്കുവാൻ ശത്രുവിന്റെ ഏജന്റുമാർ പല വിധത്തിൽ പല രീതികളിൽ വെളിപ്പെടും. അവരുടെ ഒന്നാമത്തെ പ്രത്യേകതയാണ് അവരുടെ എരിവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, പൗലോസ് പറയുന്നത്, നിങ്ങളെ ജനിപ്പിച്ച അപ്പനായ എനിക്കില്ലാത്ത എരിവ് ഇപ്പൊ ആർക്കുണ്ട്? ഞാൻ അധികം ആപ്ലിക്കേഷൻ നടത്തുന്നില്ല. ഇവിടെ പൗലോസ് പറയുകയാണ്, അവരുടെ എരിവ്, എന്നേക്കാൾ എരിവ്, അപ്പനില്ലാത്ത എരിവ് വഴിപോക്കനുണ്ടെങ്കിൽ സംതിങ് ഈസ് റോങ്. പൗലോസ് പറയാണ്, അവരുടെ എരിവ് നിങ്ങളുടെ ഗുണത്തിനായല്ല, നിങ്ങളുടെ പുറത്തിട്ട് അടച്ചു കളയാനുള്ള എരിവാണ്. ദ ഡിസെപ്ഷൻ കംസ് ത്രൂ സീൽ. ഞാൻ വേഗം മുൻപോട്ട് പോകുക. ഗലാത്യ ലേഖനം 1:7 അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. ഇത് വേറൊരു സുവിശേഷമല്ല. എന്ന് പറഞ്ഞാൽ സുവിശേഷം ഒന്നേ ഉള്ളു. വേറൊരു സുവിശേഷം എന്ന് പറഞ്ഞ് ഒരു പുതിയ സുവിശേഷം എന്ത് ചെയ്തിട്ടില്ല. ഈ വേറെ സുവിശേഷം എന്ന് പറയുന്നതെല്ലാം ഒറിജിനൽ സുവിശേഷത്തിന് ചെറിയ ഭേദഗതികളും ട്വിസ്റ്റും ഇംപ്രൂവ്മെന്റും വരുത്തി സുവിശേഷത്തിന്റെ അതേ സത്യങ്ങളെ പുതിയ രൂപത്തിലും പുതിയ ഭേദഗതികൾ വരുത്തി കേൾക്കുമ്പോൾ വലിയ അരോചകത്വം ഒന്നും തോന്നാതെ അതും ശരിയായിരിക്കുമെന്ന് തോന്നുമാർ ഉള്ള സുവിശേഷത്തെ, സത്യസുവിശേഷത്തെ ട്വിസ്റ്റ് ചെയ്യുക, പെർവേർട്ട് ചെയ്യുക, അതിനെ റിവേഴ്സ് ആക്കുക, അതിനെ തല തിരിച്ചു വെക്കുക. അത് മനസ്സിലാകണമെങ്കിൽ യൂദയുടെ ലേഖനം 4 ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവകൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി. എന്ന് പറഞ്ഞാൽ അവർ ദൈവകൃപ എന്ന ടോപ്പിക്ക് വിട്ടിട്ടില്ല. അവരുടെ പ്രസംഗത്തിലും ദൈവകൃപയുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, രക്ഷയുണ്ട്, സത്യമുണ്ട്, വിശുദ്ധിയുണ്ട്. എല്ലാ വൊക്കാബുലറിയും സെയിമാ. നമ്മൾ പറയുന്ന ബൈബിൾ തന്നെയായിരിക്കും അവർ പ്രസംഗിക്കുന്നത്, നമ്മൾ പറയുന്ന അതേ ആത്മീയ ഭാഷകൾ തന്നെയായിരിക്കും അവർ പ്രയോഗിക്കുന്നത്. പക്ഷെ ഈ വാക്കുകൾക്ക് അവർ പുതിയ അർത്ഥം കൊടുക്കും. അതാ പൗലോസ് പറയുന്നത്, ഇവർ വേറെ സുവിശേഷമല്ല, സത്യസുവിശേഷത്തെ എന്ത് ചെയ്യുക? ട്വിസ്റ്റ് ചെയ്യുക, പെർവേർട്ട് ചെയ്യുക, ഡിസ്റ്റോർട്ട് ചെയ്യുക. ഡിസെപ്ഷന്റെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, ദൈവവചനത്തിൽ വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങളെ തന്നെ
വൈകല്യമാക്കി അതിനപ്പുറം എന്തോ ഉണ്ട്. ഇതുവരെ പ്രാപിച്ചതല്ല, ഇതുവരെ കേട്ടതല്ല. നിങ്ങൾ കേട്ട സുവിശേഷവും പൗലോസ് പറഞ്ഞ സുവിശേഷവും പോരാ, ഇതിനപ്പുറം എന്തോ ഐറ്റം ഞങ്ങളുടെ കയ്യിലുണ്ട്. അവര് ഉപയോഗിക്കുന്ന വാക്കുകൾ ദൈവകൃപ, കൃപയാൽ, ദൈവഹിതം, സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി എല്ലാം ഉണ്ട്. വാക്കുകളും വൊക്കാബുലറിയും സെയിം ആണ്. ബട്ട് ദേ ട്വിസ്റ്റ് ദ മീനിങ് ഓഫ് ദ ബിബ്ലിക്കൽ ടേംസ്. ദൈവവചനത്തിലെ വാക്കുകളെയും പ്രയോഗങ്ങളെയും എടുത്തിട്ട് അവർക്കിഷ്ടമുള്ളതുപോലെ അവർ ഭേദഗതി വരുത്തുകയാണ്. ഇതാണ് ഗലാത്യയിൽ നടന്നത്. അവർ പറഞ്ഞില്ല പൗലോസ് പറഞ്ഞത് തെറ്റാണെന്ന്. അവർ പറഞ്ഞു അത്രമാത്രമല്ല, അതിലപ്പുറം കാര്യമുണ്ട്, അതിന് വേറെ ഒരു മണ്ഡലമുണ്ട് ബ്രദറെ. പൗലോസ് പറഞ്ഞതുപോലൊന്നുമല്ല. പൗലോസ് കൃപയെന്നൊക്കെ അല്ലേ പറഞ്ഞേ, കൃപയാലാ രക്ഷ. പക്ഷെ അത് പോരാ. ഇന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾ ചെയ്താലേ നിങ്ങൾ ദൈവത്തിന്റെ കുടുംബത്തിലാകത്തുള്ളു. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണോ, കൃപ വേണോ, കൃപ അനുഭവിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളിലൂടെ വേണം. 7-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളെ കലക്കുന്നവർ എന്താ പറയുന്നത്? അത് വേറൊരു സുവിശേഷം എന്നല്ല. നോക്കിയ പൗലോസ് എടുത്തു പറയുന്നത് വേറൊരു ഐറ്റം അല്ല, ഇത് വേറൊരു സുവിശേഷമല്ല. നമുക്ക് ദൈവം തന്ന മാറ്റമില്ലാത്ത, ഭേദഗതിയില്ലാത്ത ദൈവത്തിന്റെ സുവിശേഷത്തെ എടുത്തിട്ട് അവരെന്ത് ചെയ്യുക? തുടർന്ന് വായിച്ചാലും ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു. നിങ്ങളെ മാത്രമല്ല മറിച്ചു കളയുന്നത്, നിങ്ങളെ മറിച്ചു കളയുവാൻ അവർ സുവിശേഷത്തെ തന്നെ എന്ത് ചെയ്യുക? മറിച്ചു കളയുക. എന്ന് പറഞ്ഞാൽ പൗലോസിനില്ലാത്ത വെളിപ്പാടും ആത്മീയ പരിജ്ഞാനവും ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞ് ഒരു കൂടിയ വെളിപ്പാട് ഞങ്ങൾക്കുണ്ട്. വഞ്ചനയുടെ രണ്ടാമത്തെ രീതിയാണ് ഗ്രേറ്റർ റെവലേഷൻ ഓഫർ ചെയ്ത് ആളുകളെ വഞ്ചിക്കുക. കൊലോസി ലേഖനം 2-ാം അധ്യായം 18-ാം വാക്യം വായിക്കേണ്ട. അവിടെ ഇങ്ങനെയാ പറയുന്നത്, സ്വന്തം ദർശനത്തിൽ പ്രവേശിച്ചിട്ട് താഴ്മയിലും ഒക്കെ അങ്ങ് വിലസിക്കൊണ്ട് അവരുടെ ജഡമനസ്സിനാൽ ചീർത്ത് അവരെന്തോ പുതിയ ഉപദേശത്തിന്റെ ആളുകളായിട്ട് മാത്രമല്ല, ഉള്ള ഉപദേശത്തെ അല്പം കൂടി ഞങ്ങൾ ബെറ്റർ ആക്കുകയാണ്. പുതിയ വെളിപ്പാട് ബൈബിളിലുള്ള വചനങ്ങളെ തന്നെ എടുത്ത് പുതിയ അർത്ഥം കൊടുത്ത് ആളുകളെ കലക്കുന്നവരായവർ. മൂന്നാമത്, ഞാൻ വേഗം മുന്നോട്ട് പോകുക. 1, അവരുടെ എരിവ് കൊണ്ട് ആളുകളെ വഞ്ചിക്കുന്നു. 2, കൂടിയ വെളിപ്പാട്. 8-ാം വാക്യം കൂടെ ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ അത് വ്യക്തമാകും. 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ ഞങ്ങൾ പ്രസംഗിച്ച സുവിശേഷത്തിന് വിപരീതമായി പ്രസംഗിച്ചാൽ എന്ത് ചെയ്യും? അവൻ ശപിക്കപ്പെട്ടവനാ. എന്ന് പറഞ്ഞാൽ വഞ്ചന, മറിച്ചു കളയുന്നവരുടെ വഞ്ചനയുടെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഇതിലപ്പുറം വെളിപ്പാടുണ്ട്. പൗലോസ് പറയാത്ത വെളിപ്പാട് ഇതിനപ്പുറമുണ്ട്. പൗലോസ് പറയാണ്, നാളെ ഞാൻ വന്ന് പറയുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരുടെ ശ്രദ്ധ പോകരുത്. എന്താ ഇവിടെ പറയുന്നത്? പൗലോസ് നാളെ ഗലാത്യ സഭയുടെ പുൾപിറ്റിൽ വന്ന് പറയുക, ഇന്നലെ വരെ ഞാൻ പ്രസംഗിച്ചത് തെറ്റാണ്, ഇന്ന് ഞാൻ പറയുന്നത് ഒരു പുതിയ വെളിപ്പാടാന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഞാൻ ഇത് മാറ്റി പറഞ്ഞാലും നിങ്ങൾ അംഗീകരിക്കരുത്. കാരണം ഞാനല്ല സത്യത്തെ ഡിഫൈൻ ചെയ്യുന്നത്, ദൈവം സത്യത്തെ ഓൾറെഡി ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇതിനൊരു ഭേദഗതിയും വരുത്താൻ പറ്റത്തില്ല. അതൊന്നും മനസ്സിലാകാൻ ഇന്നത്തെ ആത്മീയ സമൂഹത്തിലും പൊതുവിലും ക്രിസ്തീയ സമൂഹത്തിലെ വലിയൊരു വാദമാണ്, സഭയാണോ വലിയത്, ബൈബിളാണോ? ഒരു കൂട്ടം സഭക്കാർ പറയുന്നത് ലോകത്തിന് ബൈബിൾ കൊടുത്തത് ആരാ? സഭയാ. അപ്പോൾ ആരാ വലിയത്? സഭയൊന്നുമല്ല ബൈബിൾ കൊടുത്തത്. ഈ പറയുന്ന വ്യവസ്ഥാപിതമായ സഭ ഉണ്ടാകുന്നതിന് മുൻപ് കാനോനികമായി തിരുവെഴുത്ത് എന്താണെന്ന് നിർണയിച്ചു കഴിഞ്ഞു. എല്ലാവരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മുഖ്യധാര ക്രിസ്തീയ സഭകളിലുള്ള ചിലർ നമ്മളോട് വന്ന് വാദിക്കുന്ന കാര്യമാണ്, സഭയാണ് ലോകത്തിന് ബൈബിൾ കൊടുത്തത്, അതുകൊണ്ട് സഭ പറയും ഇനി ബൈബിൾ എങ്ങനെ. കേട്ടിട്ടുണ്ടോ? ഇവിടെ പൗലോസിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചേ. ഞാനാണ് നിങ്ങളോട് സുവിശേഷം പറഞ്ഞത്, ഞാനാണ് യേശുവിനെ നിങ്ങളുടെ മുൻപാകെ വരച്ചു കാട്ടിയത്, ഞാനാണ് ഈ ലേഖനം എഴുതുന്നത്. നാളെ ഇതിൽ നിന്ന് അണുവിട ഞാൻ മാറിയാൽ
എന്നെ നിങ്ങൾ സ്വീകരിക്കരുതെന്ന് പൗലോസ് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? തിരുവെഴുത്തെഴുതിയ പൗലോസ് പോലും ഈ തിരുവെഴുത്തിന്റെ ആധീനതയിലാണ്. Paul the apostle is not greater than the scripture. He is submissive to the authority of the scripture. പൗലോസ് പറയുന്നത് ഈ വചനത്തിന്റെ അധികാരത്തിന്റെ കീഴിലാണ് ഞാനാണ് ഈ ലേഖനം എഴുതിയത്, ഞാനാണ് സുവിശേഷം പറഞ്ഞത്. പക്ഷെ നാളെ എനിക്ക് ഇതിനെ മാറ്റാൻ കഴിയത്തില്ല. I can change but the gospel cannot change. ഞാൻ മാറി എന്ന് വരാം, പക്ഷെ സുവിശേഷത്തിന് എന്തില്ല. അപ്പൊ സുവിശേഷത്തെ ഏതെങ്കിലും നിലയിൽ വളച്ചൊടിക്കുകയോ മാറ്റുകയോ കയ്യിൽ നിന്ന് മസാലയിട്ട് പൊലിപ്പിക്കാൻ നോക്കിയാലോ, beware, that is a perverted gospel. അത് വേറൊരു സുവിശേഷമാണ്, ഒരു വലിയ വെളിപ്പാട്. പൗലോസ് പറയാത്ത വെളിപ്പാട്. പൗലോസ് പറയാ, അവരുടെ കാര്യം വിട്, ഞാൻ എന്ന വ്യക്തി നാളെ ഇതിനപ്പുറം വെളിപ്പാടുണ്ടെന്ന് പറഞ്ഞു വന്നാൽ നിങ്ങൾ നിങ്ങളുടെ സഭയിൽ എന്നെ കേട്ടരുത്, ഞാൻ ശപിക്കപ്പെട്ടവനാ. അതാണ് 8-ാം വാക്യം പറയുന്നത്. ഞങ്ങളാകട്ടെ, സ്വർഗത്തിലെ ദൂതനാകട്ടെ, ഇതിന് വിപരീതമായ സുവിശേഷം പ്രസംഗിച്ചാൽ അവൻ ആരാ? ശപിക്കപ്പെട്ടവനാ. ബൈബിളിൽ നൽകിയിരിക്കുന്ന വെളിപ്പാട് പൂർണ്ണമാണ്. ഇതിനപ്പുറം ഒരു വെളിപ്പാടുണ്ടെന്ന് പറയുന്നവൻ ശപിക്കപ്പെട്ടവനാ. മൂന്നാമത്, ദ ഡിസെപ്ഷൻ ഓഫ് എ ഗ്രേറ്റർ സ്പിരിച്വാലിറ്റി. ഒന്ന്, എരിവ് കൊണ്ട് ആളുകളെ തെറ്റിക്കുന്നു. 2, വേറെ ആർക്കുമില്ലാത്ത പുതിയ വെളിപ്പാട്. കഴിഞ്ഞ ദിവസം ഒരു വിദഗ്ധൻ പറയുന്ന കേട്ടു, ദാവീദ് ഇങ്ങനെ വീണ എടുത്ത് പാടുകയാണ്, ദൈവം അവിടുത്തെ പുത്രന് ദ്രവത്വം കാണുവാൻ സമ്മതിക്കത്തില്ല. ആ ദ്രവത്വമില്ലാത്ത തലമുറ ഇതാ വെളിപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് മരണമില്ലെന്ന് ഒരു വിദഗ്ധൻ പറയുകയാണ്. കണ്ടോ കാര്യത്തിന്റെ കടപ്പ്? കേരളത്തില, വേറെ ഒരിടത്തുമല്ല. അതിന് ആളുകൾ എന്താ ഇളകി മറിഞ്ഞ് പ്രതികരിക്കുക. എന്താ സംഭവിക്കുന്നത്? ബൈബിളിലെ വാക്യങ്ങളെയും വാക്കുകളെയും ട്വിസ്റ്റ് ചെയ്ത് ഇതിനപ്പുറം പുതിയ വെളിപ്പാടുമായിട്ട് വരുന്ന ഏവനും ശപിക്കപ്പെട്ടവനാ. മൂന്നാമത്, വേറൊരു ആത്മികത. നിങ്ങൾക്കത്ര അനുഭവമില്ല, ഞങ്ങൾ വേറെ അനുഭവത്തില. വേറെ വെളിപ്പാട് മാത്രമല്ല, വേറൊരു അനുഭവം. 3-ാം അധ്യായം 2-3 വാക്യത്തിൽ പൗലോസ് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഗലാത്യരോട്. നിങ്ങൾക്ക് ആത്മാവിനെ എങ്ങനെയാ ലഭിച്ചത്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ, വിശ്വാസത്തിന്റെ? പൗലോസ് ചോദിക്കുന്നത്, നിങ്ങൾ ഹോളി സ്പിരിറ്റിനെ അനുഭവിച്ചത് എങ്ങനെയാണ്? ന്യായപ്രമാണമോ യഹൂദ മതത്തിലെ ചില കാര്യങ്ങൾ അനുസരിച്ചിട്ടാണോ, വചനത്തിന്റെ പ്രസംഗത്താൽ നിങ്ങൾ കേട്ട് വചനം വിശ്വസിച്ചിട്ടാണോ ആത്മാവിനെ കിട്ടിയത്? ഉത്തരം സിമ്പിളാണ്. വചനത്തിൽ കൂടിയാണ് നിങ്ങൾ ആത്മാവിനെ എന്ത് ചെയ്തത്? ഇവര് വന്ന് പറയാണ്, വചനം പോരാ, ഇതിനപ്പുറം അനുഭവം ഞങ്ങൾക്കുണ്ട്. ആ അനുഭവത്തിലേക്ക് നിങ്ങൾ കയറണമെങ്കിൽ വെളിപ്പാടപ്പുറം ഉണ്ടെന്ന് മാത്രമല്ല, ഇതിന്റെ അപ്പുറത്തെ അനുഭവത്തിൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ടെത്തിക്കാം എന്നാണ് ആര് പറയുന്നത്? 3-ാം അധ്യായത്തിലെ പ്രമേയം ഞാൻ അധികം എടുത്തു പറയുന്നില്ല. എൻ്റെ സന്ദേശത്തെ ഞാൻ വേഗം ഒന്ന് ചുരുക്കാൻ ആഗ്രഹിക്കുക. അവിടെ യഹൂദ മതത്തിലെ വക്താക്കൾ എന്താ പറയുന്നതെന്ന് അറിയാമോ? ഞങ്ങൾ പരിച്ഛേദന ഏറ്റു, ഞങ്ങൾ ന്യായപ്രമാണം പാലിക്കുന്നു, പിതാവായ അബ്രഹാമിനുള്ള അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈ കൂട്ടത്തിൽ പോയിട്ട് എന്തെങ്കിലും ഗതി പിടിച്ചോ? എൻ്റെ ഭാഷയെ പറയുക, നിങ്ങൾ ഇവരുടെ കൂടെ, ഈ പൗലോസിന്റെ കൂടെ കൂടിയിട്ട് എന്തെങ്കിലും കിട്ടിയോ? എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അബ്രഹാമി അനുഗ്രഹം കിട്ടണമെങ്കിൽ അബ്രഹാം എന്ത് ചെയ്തു? പരിച്ഛേദന ഏറ്റു. അതാണ് പൗലോസ് 3-ാം അധ്യായത്തിൽ തെളിയിക്കുന്നത്. പരിച്ഛേദനയ്ക്ക് മുൻപാണ് വാഗ്ദത്തം. ന്യായപ്രമാണത്തിന് 430 വർഷം മുൻപാണ് വാഗ്ദത്തം. വാഗ്ദത്തം പ്രവർത്തിയാലല്ല, വാഗ്ദത്തം വിശ്വാസത്തിന്റെ കേൾവിയാലാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ ഭക്തിയുടെ കൂടുതൽ കൊണ്ടോ നമ്മുടെ ശക്തിയുടെ കൂടുതൽ കൊണ്ടോ അല്ല. ക്രിസ്തീയ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളും ഇറ്റ് ഫ്ലോസ് ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്. ആത്മാവിനെ നിങ്ങൾ എങ്ങനെ പ്രാപിച്ചു? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ടല്ല. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ, എങ്ങനെ ഹോളി സ്പിരിറ്റിനെ കിട്ടിയത്? ആരും ഉപവസിക്കാത്തതുപോലെ ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടല്ല, ആരും പ്രാർത്ഥിക്കാത്തതുപോലെ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല. രാവിലെ 3 മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് എനിക്ക് നിങ്ങൾക്കാർക്കും ഇല്ലാത്ത അനുഭവം ഉള്ളത്. നോ 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 നോ. അനുഭവങ്ങളുടെ സ്രോതസ് എന്ന് പറയുന്നത് എൻ്റെ ഭക്തിയല്ല. അനുഭവങ്ങളുടെ സ്രോതസ് എന്ന് പറയുന്നത് പ്രസംഗിക്കപ്പെടുന്ന ദൈവവചനമാണ്. ആ ദൈവവചനത്തിൽ നിന്ന് ഒഴുകാത്ത അനുഭവങ്ങളെല്ലാം വ്യാജമാണ്.
മൂന്നാമത്തെ വഞ്ചന മനസ്സിലാക്കിക്കോണം, ഗ്രേറ്റർ എക്സ്പീരിയൻസ്. വചനം വചനം വചനം. നമുക്കിപ്പോ വചനമല്ല വേണ്ടത്, എന്താ വേണ്ടത്? അഭിഷേകമാ വേണ്ടത്. ഇപ്പൊ ബൈബിൾ ക്ലാസ് അല്ല എടുക്കേണ്ടത്, എന്താ എടുക്കേണ്ടത്? എല്ലാരും ഉണർത്തി ഇളക്കി മറിച്ച് തള്ളിയിട്ട് എല്ലാരെയും ആവേശത്തിന്റെ മുൾമൊനയിൽ കൊണ്ട് നിർത്തുന്നതാണ് ആത്മാവിന്റെ പ്രവൃത്തി. പൗലോസ് ഗലാത്യർ 3:2 ചോദിക്കുന്നത്, എങ്ങനാ മക്കളെ ആത്മാവിനെ കിട്ടിയത്? വചനം പ്രസംഗിക്കപ്പെട്ടപ്പോൾ യേശുവിന്റെ വാഗ്ദത്തം, പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തം നിങ്ങൾക്കും പ്രാപിക്കാമെന്ന ദൂത് കേട്ടപ്പോൾ വചനത്തിന്റെ കേൾവിയിലാണ് ആത്മിക അനുഭവങ്ങളുടെ നീരുറവ പൊട്ടിപ്പുറപ്പെടുന്നത്. വചനത്തിൽ നിന്ന് പുറപ്പെടാത്ത അനുഭവം പൈശാചികമാണ്, പ്രാകൃതമാണ്. അത് ദൈവവചന വിരുദ്ധമാണെന്ന് മാത്രമല്ല, അത് നമ്മളെ നാശത്തിൽ കൊണ്ടെത്തിക്കുക. ആത്മീയ അനുഗ്രഹങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ഭൗതിക അനുഗ്രഹങ്ങൾ ഉണ്ടാകാത്തത് പരിച്ഛേദന ഏൽക്കാത്തത് കൊണ്ടാണെന്ന യഹൂദ മതയാനുസാരികൾ പറഞ്ഞത്. ഇന്നും അതല്ലേ പറയുന്നത്. ഇന്ന് പരിച്ഛേദന ഏൽക്കാനല്ല പറയുന്നത്, ഞങ്ങളുടെ QR കോഡിലോട്ട് പൈസ ഇട്ടാൽ നിങ്ങളുടെ വീട്ടിലേക്ക് അനുഗ്രഹം ഇങ്ങനെ ഒഴുകി വരും. ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സ്വർണ്ണ നാണയങ്ങൾ കയ്യിൽ വെളിപ്പെടാൻ പോകുക, നിങ്ങൾ കോടീശ്വരനാകാൻ പോകുക. അതെല്ലാം പറഞ്ഞിട്ട് അവസാനം പറയുന്നത് ഞങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ. ആ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം നിങ്ങളിലേക്ക് ഒഴുകി വരണമെങ്കിൽ ആ QR കോഡ് ഇല്ലാതെ എന്താ കഴിയാത്തത്? QR കോഡിന്റെ സഹായത്തോടുകൂടി തെണ്ടി മേടിക്കുന്ന അനുഗ്രഹമല്ല നിന്റെ അനുഗ്രഹം. ആ അനുഗ്രഹം ആത്മാവിന്റെ അനുഗ്രഹമല്ല, നീ ഉണ്ടാക്കിയ ചട്ടക്കൂടിൽ നിന്റെ പോക്കറ്റ് വീർപ്പിക്കാനുള്ള അനുഗ്രഹമാണ്. അത് പൈശാചികമാണ്. ഇത് പ്രവൃത്തിയാലുള്ള അനുഗ്രഹമല്ല. പ്രവൃത്തിയിൽ നിന്നും നമ്മൾ ഉണ്ടാക്കുന്ന ചട്ടക്കൂടിൽ വെളിപ്പെടുന്ന ഒരു സ്പിരിറ്റ് അല്ല ഈ ഹോളി സ്പിരിറ്റും അവിടുത്തെ അനുഗ്രഹങ്ങളും. വചന കേൾവിയിൽ കൂടി ആത്മമണ്ഡലത്തിൽ നിന്ന്, വചനത്തിൽ നിന്നുള്ള ആ ശക്തി ഏറ്റെടുത്ത് നമ്മൾ ചൈതന്യവും പുതുക്കവും അകത്തെ മനുഷ്യനിൽ പ്രാപിക്കുകയാണ്. ഗലാത്യർ 3-ാം ദൂതെന്താ? അബ്രഹാമിന്റെ അനുഗ്രഹം ഒട്ടകമോ വണ്ടിയോ വാഹനമോ വീടോ അല്ല, വിശ്വാസത്താലുള്ള നീതീകരണവും പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തവുമാണ്. വഞ്ചനയുടെ 2 വകുപ്പുകളൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്താം. അവരുടെ എരിവ് കൊണ്ട് ആളുകളെ വഞ്ചിക്കുന്നു. വെളിപ്പാടിന്റെ പുതിയ തലം അവർക്കുണ്ടെന്ന് പറഞ്ഞ ആളുകളെ വഞ്ചിക്കുന്നു. അനുഭവം വചനം മാറ്റിവെക്ക്. ഞങ്ങളുടെ ചട്ടക്കൂടിന്റെ, ഞങ്ങളുടെ ഫോർമാറ്റിൽ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് അനുഭവവും അനുഗ്രഹവും കിട്ടുമെന്ന് പറഞ്ഞ ആളുകളെ വഞ്ചിക്കുന്നു. 4 ഗലാത്യർ 5:11 എന്താ പറയുന്നത്? വഞ്ചനയുടെ 4ാമത്തെ കാരണം, ഇത്ര വേഗം മറിഞ്ഞു പോകുവാനുള്ള 4ാമത്തെ കാരണം, ഞാനോ സഹോദരന്മാരെ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്നു വരികിൽ ഇനിയും ഉപദ്രവം സഹിക്കുന്നത് എന്ത്? അങ്ങനെയെങ്കിൽ ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ. എന്തിനാണ് പരിച്ഛേദന ഏൽക്കുന്നത്? എന്തിനാണ് ഈ യഹൂദ ഫോർമാറ്റിലേക്ക് ഇവരെ വീണ്ടും മടക്കി കൊണ്ടുപോകുവാനും വിജാതികരായ വിശ്വാസികളെ ഒരു നുകത്തിൻ കീഴിൽ അടിമപ്പെടുത്തുവാൻ നോക്കുന്നത് എന്തിനാ? വഞ്ചനയുടെ 4ാമത്തെ പ്രലോഭനം എന്ന് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് ക്രൂശ് നിമിത്തം ഉണ്ടാകുന്ന കഷ്ടതയും അവോയ്ഡ് ചെയ്യാം. ഞങ്ങൾ പറയുന്ന വഴിയിൽ പോയാൽ വലിയ പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാം. ദ ഡിസെപ്ഷൻ ഓഫ് കംഫർട്ട്. ജുഡായിസം, യഹൂദ മതയനുസാരികൾ പറയുന്നത്, ഞങ്ങൾ പറയുന്ന ഉപദേശത്തിൽ നിന്നാൽ ഇത് NH ഹൈവേയാ. ഞാൻ ഇങ്ങനെയാണത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. A crossless comfortable Christianity is a highway to hell. ക്രൂശില്ലാത്ത, കഷ്ടതയെ മറച്ചു വെക്കുന്ന ക്രിസ്തീയ ഉപദേശവും ശുശ്രൂഷയും നരകത്തിലേക്കുള്ള നേർവീതിയാണ്, നരകത്തിലേക്കുള്ള ഹൈവേ ആണ്. എന്താണ് യഹൂദ മതയനുസാരികൾ പറയുന്നത്? പരിച്ഛേദനയേറ്റാൽ യഹൂദന്മാർ നമ്മളെ ഉപദ്രവിക്കത്തില്ല. പരിച്ഛേദനയേറ്റാൽ കഷ്ടത ഒഴിവാക്കാം. പരിച്ഛേദനയേറ്റാൽ ക്രൂശ് ഒഴിവാക്കാം. ഇന്നത്തെ പോപ്പുലർ സുവിശേഷവും നമ്മളോട് പറയുന്നത്, കഷ്ടതയും ക്രൂശും മാറ്റിവെച്ചാൽ നമുക്ക് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹവും ഈ ഭൂമിയിലെ എല്ലാ നന്മകളും കിട്ടുമെന്നാണ്. ഇതാണ് കംഫർട്ടിൽ നമ്മളെ ഡിസീവ് ചെയ്യുന്ന വേറൊരു സുവിശേഷം. 5ാമത്തെ വഞ്ചന എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചത് പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്താം. ഗലാത്യലേഖനം 6-ാം അതിന്റെ 12-ാം വാക്യം, ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം
നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. നോക്കിയേ, ഗലാത്യർ 6:12 പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചേ. നിങ്ങളുടെ ജഡത്തിൽ പരിച്ഛേദന ഏൽക്കാൻ നിർബന്ധിക്കുന്നത് അവരെന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ജഡത്തിൽ സുമുഖം കാട്ടാൻ ആഗ്രഹിക്കുന്നു. ഇംഗ്ലീഷ് വളരെ വ്യക്തമാണ്. ദേ വാണ്ട് ടു ഇംപ്രസ് പീപ്പിൾ. അവർ ആളുകളെ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുക? ഇംപ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ദൈവമക്കളും മനസ്സിലാക്കണം, ആ കാലഘട്ടത്തിൽ യഹൂദ മതത്തിലേക്ക്, യേശുവിന്റെ കാലഘട്ടത്തിന് തൊട്ട് മുൻപ് മുതലുള്ള കാലഘട്ടം തൊട്ടേ യഹൂദ മതത്തിലേക്ക് ആളുകൾ മതം ചേരുന്നുണ്ടായിരുന്നു. മറ്റ് വിജാതിക മതത്തിലുള്ളവർ നോക്കിയപ്പോൾ യഹൂദ മതത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒന്ന്, അവർ ഏകദൈവ വിശ്വാസികളാണ്. രണ്ട്, അവരുടെ ഇടയിൽ ദുർനടപ്പോ മ്ലേച്ഛമായോ പാപങ്ങളില്ല. ഇതിൽ ആകർഷിതരായി ഒത്തിരി പേര് എന്ത് ചെയ്തു? യഹൂദ മതത്തിലേക്ക് ചേരുന്നുണ്ട്. അപ്പോൾ ഈ ദുരുപദേശകരുടെ ലക്ഷ്യം എന്താണെന്നറിയാമോ? അവർക്ക് യെരുശലേമിലും യഹൂദ മതക്കാരുടെ ഇടയിൽ പറയണം, ഇന്ന് വരെ ഇല്ലാത്ത വലിയൊരു മൂവ്മെന്റ് യഹൂദ മതത്തിലേക്ക് ഞങ്ങൾ ആരംഭിച്ചിരിക്കുക. യേശു കൊണ്ട്, യേശു ക്രൂശിൽ മരിച്ചെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്നറിയാമോ? ഈ യഹൂദ മതത്തിലേക്ക് ജാതികൾ എന്ത് ചെയ്യണം? കൂട്ടണം. അതാണ് ജഡത്തിൽ എന്ത് കാണിക്കുക? സുമുഖം കാണിക്കുക. ആളുകളോട് പറയണം, ഞങ്ങളുടെ പ്രചരണവും പ്രസംഗവും പ്രവർത്തനവും നിമിത്തം യഹൂദ മതത്തിലേക്ക് ഒരു സമൂഹത്തെ ഞങ്ങൾ അടുപ്പിച്ചു, ഇത്ര പേരെ ഞങ്ങൾ പരിച്ഛേദന ഏൽപ്പിച്ചു. ഇന്നത്തെ കാലത്തെ മിഷൻ റിപ്പോർട്ട് പോലെ ഇത്ര പേരെ ഞങ്ങൾ സ്നാനപ്പെടുത്തി എന്ന് പറഞ്ഞ് കേന്ദ്രത്തിൽ അയക്കുന്നത് പോലെ ഈ യഹൂദ മത അനുസാരികൾക്ക് എന്ത് ചെയ്യണം? ഇത്ര പേർക്ക് ഞങ്ങൾ പരിച്ഛേദന ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് യഹൂദ മതത്തിലേക്ക് ആളെ കൂട്ടി അതിലൊന്ന് പുകഴണം, അതിലൊന്ന് ക്രെഡിറ്റ് എടുക്കണം. എന്താ സംഭവിച്ചതെന്നറിയാമോ? ആളുകളുടെ എണ്ണത്തിലാണ് ഇവരുടെ ഫോക്കസ്. They impress people by numbers and they are huge in number. അപ്പോസ്തലപ്രവൃത്തി 21-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചാലും. അപ്പോസ്തലപ്രവൃത്തി 21-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. അവർ കേട്ടു ദൈവത്തെ മഹത്വപ്പെടുത്തി. പിന്നെ അവനോട് പറഞ്ഞത്, പിന്നെ പൗലോസിനോട് പറഞ്ഞത്, പശ്ചാത്തലം ഒന്നും ഞാൻ പറയുന്നില്ല. സഹോദര, യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ എത്ര ആയിരമുണ്ട് എന്ന് നീ കാണുന്നുവല്ലോ. യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ എത്ര ആയിരമുണ്ട് എന്ന് നീ, എന്നിട്ട് അവരെ കുറിച്ച് എന്താ പ്രത്യേകത? അവർ എല്ലാവരും ന്യായപ്രമാണ തൽപരന്മാർ ആകുന്നു. ഒന്ന് ശ്രദ്ധിച്ചേ, ആയിരങ്ങൾ യഹൂദ വിഭാഗത്തിൽ നിന്ന് എന്ത് ചെയ്തു? യേശുവിൽ. പക്ഷെ അവരുടെ പ്രത്യേകത എന്താ? അവർക്ക് യേശുവിനുള്ള ആവേശത്തെക്കാൾ ആരോടാണ് ആവേശം? യേശുവിനോട് വലിയ ആവേശമില്ല, പക്ഷെ അവർക്ക് എന്തിനോട് ആവേശം? നോക്കിയേ, വഞ്ചന മനസ്സിലാക്കണം. ആളിന്റെ എണ്ണത്തിലുള്ള വഞ്ചന. നോക്കി, ഗലാത്യ സഭകളുടെ ആരംഭ സ്റ്റേജിൽ ഒരു കൂട്ടർ വന്ന് പറയുകയാണ്, നിങ്ങൾ പരിച്ഛേദന ഏൽക്കണം. ഞങ്ങൾ മാത്രം പറയുകയല്ല, ആയിരങ്ങളുണ്ട്. ആയിരങ്ങൾ ഈ ഉപദേശത്തിൽ നിൽക്കുകയാണ്. പൗലോസ് പറഞ്ഞ സുവിശേഷത്തിന് വലിയ ആളൊന്നുമില്ല. ഞങ്ങൾ പറയുന്നത് കേട്ടാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? 10 പേരല്ല, 100 പേരല്ല, 1000 പേര് അന്ന് കാലഘട്ടത്തിൽ യഹൂദ മതത്തിൻ്റെയും ന്യായപ്രമാണത്തിൻ്റെയും എരിവുകാരായി തലപൊക്കി. പൗലോസ് പറയുന്നത്, ആളെത്ര കൂടിയാലും, ജഡത്തിൽ എത്ര സുമുഖം കാണിപ്പാൻ ഇവരെന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും, ആളിന്റെ ഹെഡ് കൗണ്ട് അല്ല സുവിശേഷത്തിന്റെ കൃത്യതയും വിശ്വാസയോഗ്യതയും തെളിയിക്കുന്നത്. ആളിന്റെ കൂട്ടത്തിലല്ല സത്യത്തിന്റെ നിദാനം ഇരിക്കുന്നത്. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും സത്യം സത്യമായിട്ട് തന്നെ നിലനിൽക്കുന്നു. ട്രൂത്ത് ഇസ് നോട്ട് ഡിറ്റർമൈൻഡ് ബൈ നമ്പേഴ്സ്. എണ്ണത്തിലല്ല സത്യം. നോക്കിയേ, ഇത്ര വേഗം മറഞ്ഞു പോകാൻ കാരണം എന്താ? എത്ര പേരാണ് അവരുടെ കൂട്ടത്തിൽ. കഴിഞ്ഞിടയ്ക്ക് കോട്ടയത്തിൽ വലിയൊരു സംഭവം, വലിയൊരു എന്താ അതിന് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, ക്രൂസൈഡ് എന്നോ ഒരു കൂട്ടം നടന്ന് എന്നോടൊരു നല്ല ദൈവദാസൻ വിളിച്ച് ഇങ്ങനെയാ പറഞ്ഞത്, ഈ ആളെല്ലാം കൂടുമ്പോൾ ഈ ആൾക്കൂട്ടം കാണുമ്പോൾ നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും, നമ്മൾ പറയുന്നത് തെറ്റാണോ? ഇത്രയും പേര് ഇതിന്റെ പുറകെ പോകുമ്പോൾ അവിടെ ആയിരിക്കുമോ സത്യം? അദ്ദേഹം വളരെ നിഷ്കളങ്കനായിട്ട് എന്നോട് പറഞ്ഞതാ. പക്ഷെ സത്യം മാറുന്നില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറഞ്ഞു. ഞാനിത് പറയാൻ കാര്യം എന്താണെന്നറിയാമോ?
അവിടെ നടന്നത് എന്താ തെറ്റെന്നൊക്കെ നിങ്ങൾ ചോദിക്കും. അവിടെ നടന്നതും അവിടെ വന്ന് പ്രസംഗിച്ച കൊറിയക്കാരനും പ്രസംഗിക്കുന്ന ഉപദേശം ഈ വചനത്തിൽ നിന്നല്ല, കൊറിയൻ അന്യമതത്തിൽ നിന്ന് കടമെടുത്ത ഫോർത്ത് ഡൈമെൻഷൻ എന്ന് പറയുന്ന ദുരുപദേശമാണ് യോങ്കിച്ചോ മുതലായി തുടങ്ങിയവർ സിയോളിൽ ആരംഭിച്ച ആ ദൈവസഭയുടെ അടിസ്ഥാനം. അതാണ് 3 ദിവസം പ്രസംഗിച്ച 4ാമത്തെ ഡൈമെൻഷൻ. എന്താ പറഞ്ഞാൽ, എന്തെങ്കിലും വേണോ, മോഹം ഉള്ള കാര്യങ്ങൾ, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഗർഭം ധരിക്കണം, അത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം, ആ ഗർഭം ധരിച്ച് അതിനെ പ്രസവിക്കണം. മോഹം ഗർഭം ധരിച്ച് പാപത്തെയാണ് പ്രസവിക്കുന്നത്. ഇത് വിശ്വാസത്തിന്റെ 4ാം തലമാണെന്ന് പറഞ്ഞ് ജനത്തെ ദുർമോഹികളാക്കുന്ന ദുരുപദേശമാണ് യോങ്കിച്ചോ 4ാം ഡൈമെൻഷൻ എന്ന് പറഞ്ഞ്, വിശ്വാസത്തിന്റെ അത്ഭുതരേഖ എന്ന് പറഞ്ഞ് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്ന ആ പുസ്തകം ദുരുപദേശമോ. ആ ദുരുപദേശത്തിന്റെ സമ്മേളനവും ആഘോഷവുമാണ് കോട്ടയത്തിൽ നടന്നത്. അല്ലാതെ ഈ വചനവുമായിട്ട് ഒരു ബന്ധവും അതിന് ഇല്ല. അവിടെ വന്ന് വചനം പറഞ്ഞവർ കണ്ടേക്കാം, അവിടെ ആത്മീകമായ ഗാനങ്ങളൊക്കെ പാടിയെന്നിരിക്കും. പക്ഷെ അവിടുത്തെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ പുറത്തുനിന്ന് വന്നവരും ഇന്ത്യയിൽ നിന്ന് വന്ന പ്രഗത്ഭന്മാരും പറഞ്ഞൊപ്പിച്ചത് എന്താ? ഈ വചനത്തിലെ സത്യങ്ങളല്ല, അതിലപ്പുറമായി ഒരു 4ാമത്തെ ഡൈമെൻഷൻ ഉണ്ട്. ഫോർത്ത് ഡൈമെൻഷൻ എന്ന ബുക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചപ്പോൾ ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബുദ്ധമതത്തിലെ മന്ത്രവാദികളും യോഗികളും അല്ലെങ്കിൽ സന്യാസിമാർ, അവർ തപസ്സിരുന്ന് 4ാമത്തെ ഡൈമെൻഷനിൽ കയറി ദുരാത്മ സഹായത്തോടെ പല കാര്യങ്ങളെ വിളിച്ചു വരുത്തുന്നു. നമ്മൾ അതേ 4ാം ഡൈമെൻഷനിൽ കയറി പരിശുദ്ധാത്മ സഹായത്തോടു കൂടി നമുക്കിഷ്ടമുള്ളത് വിളിച്ചു വരുത്തുക. ഈ ദുരുപദേശത്തിന്റെ ചരക്കിന്റെ ആഘോഷമായിരുന്നു കോട്ടയത്ത് നടന്നത്. ആളുകൾ അറിഞ്ഞോ, 1000 അവിടെ കൂടി ആത്മനിർവൃതിയിലായി. കാണുന്നതെല്ലാം പൊന്നല്ല, ആള് കൂടുന്നതെല്ലാം ആത്മീയതയല്ല. 1000 പേര് യഹൂദ മതത്തിന്റെ അനുസാരികളായി 1-ാം നൂറ്റാണ്ടിൽ തലപൊക്കി നിൽക്കുകയാണ്. അവരാണ് പൗലോസിനെ യെരുശലേം ദേവാലയത്തിൽ നിന്ന് പിടിപ്പിച്ചുകൊണ്ട് റോമാക്കാരുടെ കയ്യിലാക്കിയത്. ഭൂലോകത്തെ മറിക്കുന്നവർ ഇവിടെയും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പൗലോസിനെ ആമത്തിലാക്കാൻ കാരണം ഈ യഹൂദ വിശ്വാസികളാ. ഇങ്ങനെ 1000 പേര് തലപൊക്കി നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും പൗലോസ് പറയുന്നത്, ഞാൻ മാറിയാലും സുവിശേഷത്തിന്റെ സത്യം മാറത്തില്ല. ആളിന്റെ എണ്ണമല്ല സുവിശേഷത്തിന്റെ നിസ്തുല്യതയും സത്യത്തെ തെളിയിക്കുന്നത്. സുവിശേഷം സത്യമായി ഇന്നും എന്നും നിലനിൽക്കുന്നു. എന്റെ വാക്കുകളെ ഞാൻ നിർത്തുക. എന്താണ് ഇന്നത്തെ ദൂത്? ഇത്ര വേഗം മറിഞ്ഞു പോകാൻ കാരണം എന്താ? വഞ്ചനയുടെ 5 മുഖങ്ങളാ. എരിവ് കൊണ്ട് ആളുകളെ വഞ്ചിക്കുന്നു, കൂടിയ വെളിപ്പാടുണ്ടെന്ന് പറഞ്ഞ ആളുകളെ വഞ്ചിക്കുന്നു, കൂടിയ അനുഭവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ ആളുകളെ വഞ്ചിക്കുന്നു. 4, ക്രൂശിന്റെ ഇടർച്ച നീക്കി കഷ്ടതയില്ലെന്ന് പറഞ്ഞ് കംഫർട്ടിലേക്ക് വിളിച്ച ആളുകളെ വഞ്ചിക്കുന്നു. അവസാനം ഞാൻ പറഞ്ഞത് മറക്കരുത്, ആളിന്റെ എണ്ണം കാണിച്ച് നമ്മളെ വഞ്ചിക്കും. ഡിസെപ്ഷൻ ഓഫ് നമ്പേഴ്സ്. അപ്പോസ്തലപ്രവൃത്തി 20:21 പറയുന്നത്, കാലഘട്ടത്തിൽ 1000 ന്യായപ്രമാണത്തിന്റെ എരിവുകാരായി തലപൊക്കിയപ്പോൾ പൗലോസും ചില പാവം ദൈവമക്കളും പറയുകയാണ്, ഈ ആളിന്റെ എണ്ണമല്ല സത്യം. സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നാലും സത്യം മാറത്തില്ല. സത്യം സത്യമായി സുവിശേഷത്തിൽ ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിൽ പ്രമാണത്തിൽ വ്യക്തമാണ്. ആരും അതിന് ഭേദഗതി വരുത്തുവാൻ സാധ്യമല്ല.